Meet the editors. തലയ്ക്കുമീതെ വാളോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഡെമോക്രസിന്റെ വാൾ പോലെ ഭീഷണി ഉയർത്തുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്ന് ആ യോഗത്തിൽ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു തീരുമാനങ്ങളിലേക്കും വന്നിട്ടുണ്ട്. അങ്ങനെ തലയ്ക്കുമീതെ വാളെന്ന രൂപത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു വിഷയമാണോ? നിശ്ചയമായും. നോക്കൂ, ഇന്നത്തെ യോഗത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. ഇത് ഇന്ത്യയുടെ ഭാവി ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ അധ്യായമായി മാറും എന്ന് പോലും ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, 4 മുഖ്യമന്ത്രിമാരാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്, അല്ലേ? പിണറായി വിജയൻ, MK സ്റ്റാലിൻ, ഭഗവന്ത് സിംഗ് മാൻ, രേവന്ത് റെഡ്ഡി. 4 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നു. കർണാടകയിൽ നിന്നും ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ പങ്കെടുക്കുന്നു. ശിരോമണി അകാലിദളിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ബിജു ജനതാദളിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ആ അർത്ഥത്തിൽ ഇന്ന് നടന്നിരിക്കുന്ന യോഗത്തെ നമുക്കൊട്ടും തന്നെ കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെയൊരു യോഗം നടക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അഥവാ ഇത്തരത്തിലൊരു യോഗം നടക്കാൻ ഇടയാക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യ ഒരു രാജ്യമാണ്, അല്ലേ? ഒറ്റ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ യൂണിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിലൊരു വിള്ളലും സംഭവിച്ചുകൂടാ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പക്ഷേ സംഭവിച്ചിരിക്കുന്നത് ചില ആശങ്കകൾ മുന്നോട്ട് വയ്ക്കാനാണെങ്കിൽ കൂടിയും ഒരു ഡിവൈഡ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതൊട്ടും തന്നെ അഭികാമ്യമായ കാര്യമല്ല എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നോക്കൂ, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ അന്ന് ലോകത്തെ പല നേതാക്കളും പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? താമസം വിന ഇന്ത്യ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമെന്നാണ്, ഛിന്ന ഭിന്നമായി പോകുമെന്നാണ് പറഞ്ഞത്. അത് വിൻസ്റ്റൺ ചർച്ചിൽ മുതൽ ഇങ്ങോട്ടുള്ള പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ തന്നെയുണ്ട്. ഒരു സ്കോട്ടിഷ് പൗരനും ഒരു ഇറ്റാലിയനും പൗരനും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രയും വ്യത്യാസം ഒരു പഞ്ചാബിയും മദ്രാസിയും തമ്മിലുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തിന് ഒരുമിച്ച് നിൽക്കാൻ കഴിയുകയേയില്ല എന്നാണ് പല പ്രധാനപ്പെട്ട ലോക നേതാക്കളും പറഞ്ഞത്. നമ്മളെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. 75 വർഷം ഈ രാജ്യം പിന്നിട്ടിരിക്കുന്നു എന്ന് മാത്രവുമല്ല, നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു സംസ്ഥാനം പോലും പിരിഞ്ഞു പോയിട്ടുമില്ല. ഇടക്കാലത്ത് പഞ്ചാബിലുണ്ടായ ഖാലിസ്ഥാൻ വാദം ഒഴിച്ചാൽ ബാക്കി ഒരു ഒരു തരത്തിലുള്ള ഒരു ഡിസിൻറ്റഗ്രേഷൻ ടെൻഡൻസിയും കാണിക്കാത്ത ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ ഈ 75 വർഷവും നിന്നിട്ടുള്ളത്. നിങ്ങളൊരു ഉദാഹരണം നോക്കിയോ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായിരുന്നല്ലോ സോവിയറ്റ് യൂണിയൻ. 1992 സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ രാജ്യമില്ലാതെയായി. ഒരു രാജ്യം നമ്മുടെ കൺമുമ്പിലില്ലാതെയായി, അതും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം. പക്ഷേ ഇന്ത്യ ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇന്ത്യ ഒരു ഫെഡറൽ തത്വത്തിലൂന്നിയുള്ള രാഷ്ട്രമാണ് എന്നുള്ളതാണ്. നമുക്ക് 22 ഭാഷകളുണ്ട് ഔദ്യോഗികമായി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഭാഷ. ഒരൊറ്റ ഭാഷ സംസാരിക്കുന്ന രാജ്യമേ അല്ല നമ്മൾ 22ഓളം ഭാഷകളെ ഔദ്യോഗികമായി റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 22 ഭാഷകൾക്കും നമ്മൾ തുല്യ പ്രാധാന്യം നൽകി എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ വിഭാഗങ്ങൾക്കും ഒന്നിച്ചു നിൽക്കാൻ കഴിയുകയും അപ്പോൾ തന്നെ അവരുടെ തനതായിട്ടുള്ള വ്യക്തിത്വവും സ്വത്വവുമൊക്കെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുകയും ചെയ്യുന്ന വിധത്തിലാണ് നമ്മളൊരു ഫെഡറൽ പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടീഷൻ്റെ സമയത്താണ്, ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന സമയത്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടുന്നത്. ആ സമയത്താണ് ഭരണഘടന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പോലും വളരെ ഗൗരവത്തോട് ആലോചിച്ചൊരു വിഷയം എന്താണെന്നറിയാവോ? ഇത് സൗത്ത് ഇന്ത്യ വേഴ്സസ് നോർത്ത് ഇന്ത്യ എന്നൊരു പ്രശ്നമുണ്ടാകുമോ എന്നുള്ളത് വളരെ സീരിയസ് ആയൊരു കൺസേൺ ആയിരുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ഇത്തരത്തിലൊരു ഡിവൈഡ് ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ തുല്യ പ്രാധാന്യം നൽകണം എല്ലാവർക്കും എന്നല്ല തീരുമാനിച്ചത് ഭരണഘടന. നമ്മളുടെ ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഫെഡറൽ പ്രിൻസിപ്പിളും അല്ല, ഒരു അസിമെട്രിക്കൽ ആയിട്ടുള്ള ഫെഡറൽ പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ നമ്മൾ എന്തിനാണ് ജമ്മു കാശ്മീരിന് ആർട്ടിക്കിൾ 370 ഒരു പ്രത്യേക പദവി നൽകിയത്? എന്താണ് മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേക അധികാരം ജമ്മു കാശ്മീർ നൽകിയത്? ആ പ്രദേശം ആ സവിശേഷമായ അധികാരം ആവശ്യപ്പെടുന്നു എന്ന് നമ്മുടെ രാജ്യത്തിന് തോന്നിയത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പദവി നൽകിയത്. ഇപ്പോൾ ആ പദവി എടുത്തു കളഞ്ഞിരിക്കുന്നു. എന്തു തന്നെയായാലും അന്ന് അങ്ങനെ ആലോചിക്കാനുള്ള കാരണം ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാതിനിധ്യം ഓരോ സംസ്ഥാനത്തിനും നൽകണം. അല്ലാതെ എല്ലാവർക്കും തുല്യത നൽകുക എന്നുള്ളതായിരുന്നില്ല ഈ പറയുന്ന ഭരണഘടനയുടെ ഇപ്പോഴത്തെയും അന്നത്തെയും തത്വം. ഇപ്പോൾ ഞാൻ പറയട്ടെ 15ാം ധനകാര്യ കമ്മീഷൻ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പിന്നെ ഈ ടാക്സ് ഷെയർ തീരുമാനിച്ചല്ലോ. ടാക്സ് ഷെയർ തീരുമാനിക്കുമ്പോൾ എങ്ങനെയാണ് ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചത്? നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1.9% ആണ്, അല്ലേ? നമ്മൾ വലിയ കോൺട്രിബ്യൂഷൻ അല്ലേ നടത്തുന്നത്. അതേസമയം ഉത്തർപ്രദേശിന് എത്രയാണ് കിട്ടുന്നത്? 17% കിട്ടുന്നത്. ഇന്ന് വരെ കേരളം പറഞ്ഞിട്ടുണ്ടോ ഈ 17%-ൽ നിന്ന് 14% ആക്കണമെന്ന്, അല്ലെങ്കിൽ 10% ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മളുടെ ഷെയർ കുറച്ചുകൂടി കൂട്ടണം എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത് ന്യായമായ ഒരു ആവശ്യമാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ഉത്തർപ്രദേശിൻ്റെ വിഹിതം കുറയ്ക്കണമെന്ന് പറയില്ല, അത് ബീഹാറിൻ്റെ വിഹിതം കുറയ്ക്കണം
എന്ന് പറയില്ല. എന്താ കാര്യം എന്നറിയാമോ? പോപ്പുലേഷൻ കൊണ്ട് മാത്രമല്ലെന്നേ, അവിടെ പോവർട്ടി ഉണ്ട്, അവിടെ ദാരിദ്ര്യമുണ്ട്. ആ ദാരിദ്ര്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 17% എന്ന് പറയുന്ന ടാക്സ് ഷെയർ ഫിനാൻസ് കമ്മീഷൻ്റെ നിബന്ധന പ്രകാരം കേന്ദ്ര സർക്കാർ ഉത്തർപ്രദേശിന് കൊടുക്കുന്നത്, 10% ബീഹാറിന് കൊടുക്കുന്നത്. നമുക്ക് പരാതിയില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ സവിശേഷതകൾ അനുസരിച്ചുള്ള പ്രാധാന്യവും പ്രാതിനിധ്യവും ഷെയറും ഒക്കെ കൊടുക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ ഫെഡറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അട്ടിമറിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള ആശങ്കയാണ് പിണറായി വിജയൻ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് തലയുടെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വാളാണ് എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 543 സീറ്റുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്, നമ്മുടെ പാർലമെൻറ്റിലുള്ളത്. 1976 നമ്മൾ അങ്ങനെ ഒരു ക്യാപ്പ് തീരുമാനിച്ചു. എന്തിനാണ് അങ്ങനെ ഒരു ക്യാപ്പ് തീരുമാനിക്കുന്നത്? നമുക്ക് നമ്മൾ ഫാമിലി പ്ലാനിങ്ങിനും അതുപോലെ തന്നെ പോപ്പുലേഷൻ കൺട്രോളിനും വലിയ പ്രാധാന്യം കൊടുത്തു. ആ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങളും അവരുടെ ജനസംഖ്യാ വർധന കുറച്ചു കൊണ്ടുവരണം, അതിൻ്റെ തോത് കുറച്ചു കൊണ്ടുവരണം. ഇതായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ലോക്സഭയിൽ അവരുടെ ഓരോ സംസ്ഥാനത്തിൻ്റെയും സീറ്റുകൾ വർദ്ധിപ്പിച്ചു നൽകാൻ കഴിയില്ല. അങ്ങനെ അതുകൊണ്ടാണ് അത്തരത്തിലൊരു ക്യാപ്പ് തീരുമാനിച്ചുകൊണ്ട് 1976 അങ്ങനെ ഒരു തീരുമാനം ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ എടുക്കുന്നത്. പിന്നെ ആ തീരുമാനം എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആരുടെ സർക്കാരാണ്? വാജ്പേയി ഗവൺമെൻറ്റാണ് അല്ലേ? 2001 അധികാരത്തിലിരുന്ന വാജ്പേയി ഗവൺമെൻറ്റാണ് വീണ്ടും 25 വർഷം കൂടി ഈ പറയുന്ന ഫ്രീസിങ് നീട്ടിയത് അല്ലേ? 543 എന്നുള്ള ക്യാപ്പ് നീട്ടിയത്. എന്തുകൊണ്ടാണ് 2001 അങ്ങനെ തീരുമാനം എടുത്തത്? അരുൺ ജെയ്റ്റ്ലി ആണല്ലോ ഒന്ന് നിയമമന്ത്രി. അന്ന് ഏകകണ്ഠമായിട്ടാണല്ലോ പാർലമെൻറ്റ് അത് പാസ്സാക്കുന്നത്. ഞാൻ ആ സമയത്ത് ഡൽഹിയിലുണ്ടല്ലോ. എന്താ കാര്യം എന്നറിയാവോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അന്ന് ആ സർക്കാരിനെ പിന്തുണച്ചിരുന്നത് ആരൊക്കെയാണെന്നറിയാവോ? തമിഴ്നാട്ടിൽ നിന്ന് DMK, ചെറിയ കാര്യമല്ല. പഞ്ചാബിൽ നിന്ന് ശിരോമണി അകാലിദൾ, ഒട്ടും ചെറിയ കാര്യമല്ല. ബിജു ജനതാദൾ ഒഡീഷയിൽ നിന്ന്. ഇവരുടെയൊക്കെ പിന്തുണയില്ലാതെ അന്ന് വാജ്പേയി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. വാജ്പേയി സർക്കാരിന് യഥാർത്ഥത്തിൽ ഈ 543 എന്ന ക്യാപ്പ് എടുത്ത് മാറ്റാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. തീരുമാനം ഉണ്ടാകുമായിരുന്നെങ്കിൽ അവരെങ്ങനെ പ്രവർത്തിക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന തെക്കേ ഇന്ത്യയിലെ ദ്രാവിഡ മുന്നേറ്റ കഴകം മുതൽ കിഴക്കേ ഇന്ത്യയിലെ ബിജു ജനതാദൾ മുതൽ ഈ പറയുന്ന മധ്യ ഇന്ത്യയിലെ പഞ്ചാബ് മുതലുള്ള ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടികൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സർക്കാരായിരുന്നു 2001 അധികാരത്തിൽ നിന്ന് വാജ്പേയി സർക്കാർ. ആ സ്വാധീനമുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ഡീലിമിറ്റേഷൻ്റെ പ്രോസസ്സ് അടുത്ത 25 വർഷത്തേക്ക് കൂടി നീട്ടിവെച്ചിരിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്താ അതിനകത്തൊന്ന് തെളിയുന്നത്? ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര അധികാരത്തിൽ അവരുടേതായ പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നു, ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഫെഡറൽ തത്വം എന്ന് പറയുന്നത്. ഈ തത്വം ലംഘിക്കപ്പെടാൻ പോവുകയാണ് ഈ ഡീലിമിറ്റേഷൻ 2026 നടത്തിയാൽ. എങ്ങനെയാണ് വരുന്നത്? ഇപ്പം നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. കോയമ്പത്തൂർ വെച്ചിട്ട് അമിത്ഷാ നടത്തിയ പ്രസംഗത്തിൽ അമിത്ഷാ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, സൗത്ത് ഇന്ത്യയിലെ ഒരു സീറ്റ് പോലും കുറയില്ല. ശരിയാണ്, സൗത്ത് ഇന്ത്യയിൽ ഒരു സീറ്റ് പോലും കുറയില്ല. പ്രശ്നം എന്താ? സൗത്ത് ഇന്ത്യയിൽ കൂടുകയും ചെയ്യും. ഇപ്പോൾ കണക്ക് പ്രകാരമാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൊജക്ഷൻ വെച്ചിട്ടാണെങ്കിൽ 848 അംഗങ്ങൾ വേണം ലോക്സഭയിൽ. ആ 848 അംഗങ്ങളിൽ 192 അംഗങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിന്നായിരിക്കും. 129 അംഗങ്ങളെ നിലവിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ 60 സീറ്റ് സൗത്ത് ഇന്ത്യക്ക് കൂടാൻ പോവുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? വടക്കേ ഇന്ത്യയിൽ എത്രയാണ് കൂടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ റേഷ്യോ ആണ് പ്രശ്നം. ഇവിടെയാണ് ഈ പറയുന്ന തർക്കം നിൽക്കുന്നത്. ഇപ്പോൾ 192 സീറ്റുകൾ ഈ തെക്കേ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിൽ 192 സീറ്റുകൾ വരുമ്പം ഉത്തർപ്രദേശിലെ സീറ്റ് കൂടി എത്ര വരികയെന്നറിയോ? 144 സീറ്റ്. ഒരു സംസ്ഥാനത്ത് 144 സീറ്റാണ് ഉത്തർപ്രദേശിൽ വരിക. കേവലം 50 സീറ്റിന് വ്യത്യാസമുള്ളൂ ഈ 5 സംസ്ഥാനവും കൂടി. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഏകപക്ഷീയമായി 3-4 സംസ്ഥാനങ്ങൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ 3-4 സംസ്ഥാനങ്ങളിൽ ആധിപത്യം സൗത്ത് ഇന്ത്യയും തമ്മിൽ എത്ര സീറ്റിന്റെ വ്യത്യാസമുള്ളത്? 60 സീറ്റിന്റെ വ്യത്യാസമുണ്ട്. 20 സീറ്റ് 60 സീറ്റ്. പക്ഷേ 240 സീറ്റും 272 സീറ്റ് തമ്മിലുള്ള ദൂരം എത്രയാ? 32 സീറ്റാണ്. ആ 32 സീറ്റ് എവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്? ആന്ധ്രാപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും വന്നിരിക്കുന്നത്. 32 വളരെ നിർണായകമായി. അങ്ങനെ നിർണായകമാകും. മാത്രമല്ല UP-യിൽ 36 സീറ്റ് ആയിട്ട് BJPയുടെ അത് കുറഞ്ഞല്ലോ. എന്താ സംഭവിച്ചത്? BJP ന്യൂനപക്ഷമായി. ആ ഒറ്റ സംസ്ഥാനത്ത് നിന്ന് ന്യൂനപക്ഷമായി. അങ്ങനെ ആക്കാൻ പറ്റും. അതാണ് ഫെഡറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയാവോ? 4 സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു 229 സീറ്റുകളായി. ഇപ്പോൾ 229 സീറ്റുകൾ 4 സംസ്ഥാനങ്ങളിൽ. ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് തന്നെ എടുത്തു. ആ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ 229 സീറ്റുകൾ ഈ പറയുന്ന റീഡിസ്ട്രിബ്യൂഷൻ നടത്തുകയാണെങ്കിലുണ്ടല്ലോ, വേണ്ട സീറ്റ് കൂട്ടണ്ട, നിങ്ങൾ റീഡിസ്ട്രിബ്യൂഷൻ നടത്തുകയാണെങ്കിൽ എത്ര ആകുമെന്നറിയാവോ? 259 സീറ്റാവും. പിന്നെ മെജോറിറ്റിക്ക് എത്ര സീറ്റ് വേണം? 13 സീറ്റ് അല്ലേ? 259 3 262 10 13 സീറ്റ് ഗുജറാത്തിൽ നിന്ന് പിടിച്ചാൽ മതി. ഗുജറാത്തിൽ നിന്ന് പിടിച്ചാൽ മതി, ഒരു സർക്കാർ ഉണ്ടാകും. ഇനി ഞാൻ വേറൊരു കണക്ക് പറയാം. സൗത്ത് ഇന്ത്യയിലുള്ള 4 സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശ്, കർണാടക, കേരള, തമിഴ്നാട്, തെലുങ്കാന, 5 സംസ്ഥാനങ്ങൾ. ഈ 5 സംസ്ഥാനങ്ങളും ഒരു സംസ്ഥാനം കിഴക്കേ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിന്നോ ഒരു സംസ്ഥാനം കൂടി കൂടെ നിന്നാൽ നമുക്കൊരു നിയമനിർമ്മാണത്തെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഫെഡറലിസം. ഒരു നിയമനിർമ്മാണത്തെ അനുവദിക്കാതിരിക്കാൻ പറ്റും. അത്ര ശക്തി ഉണ്ടാവും. ഇതുകൊണ്ടാണ് പറയുന്നത് ഏകപക്ഷീയമായി പോകുന്ന ഒരു അധികാര സമ്പ്രദായത്തെ അനുവദിക്കാൻ പാടില്ല. അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. താങ്കളുടെ ചോദ്യം വളരെ ശരിയാണ്. ഇപ്പോൾ 80 സീറ്റുണ്ട്, 4 ഇരട്ടി സീറ്റാണ്. 20-ൽ നിന്ന് 4 ഇരട്ടി സീറ്റ്
സീറ്റാണ് ഉത്തർപ്രദേശിനുള്ളത്. പക്ഷേ ആ ഉത്തർപ്രദേശിൽ സീറ്റ് വിഭജിച്ച് വരുമ്പോൾ ഇപ്പോൾ എത്രയുണ്ട് BJPക്ക് അധികാരത്തിലിരിക്കുന്ന, അതിൻ്റെ ഓപ്പോസിഷനിൽ എത്രയുണ്ട്? ഈ രീതിയിലുള്ള മാറ്റങ്ങൾ, ഈ പെർമിറ്റേഷൻ കോമ്പിനേഷൻ എന്ന് പറയും, ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ജനാധിപത്യത്തിൽ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അതേസമയം 144 സീറ്റ് ഉത്തർപ്രദേശിൽ വരുന്നു, 70 സീറ്റ് രാജസ്ഥാനിൽ വരുന്നു, 60 സീറ്റ് ബീഹാറിൽ വരുന്നു, അല്ലെങ്കിൽ 80 സീറ്റ് ബീഹാറിൽ വരുന്നു, അതുപോലെ മധ്യപ്രദേശിൽ 90 സീറ്റ് വരുന്നു. ഇങ്ങനൊരു കണക്കാണ് വരുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇന്ത്യ മുന്നണി മത്സരിക്കുന്നവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചല്ലോ, തോറ്റമ്പിപ്പോയല്ലോ. പക്ഷേ അപ്പോഴും രാജ്യത്തിന് മനോഹരമായ പ്രതിപക്ഷമുണ്ടായി. ഒരു സംശയം വേണ്ട, രാജസ്ഥാനിലും ഉണ്ടാവും. മനോഹരമായ പ്രതിപക്ഷം ഉണ്ടാകുന്നതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് കറക്റ്റാണ്, ഫൈസാബാദ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതാരാണ്? അയോധ്യ രാമക്ഷേത്രം നിൽക്കുന്ന മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളത് പിന്നെ അവധേഷ് പ്രസാദ് അല്ലേ, സമാജ്വാദി പാർട്ടിയുടെ കാൻഡിഡേറ്റിൽ. ഈ എല്ലാ പറയുന്ന പിന്നെ വലിയ ആഘോഷങ്ങളപൂർവ്വം രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് പോലും തോപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, BJPയെ തോപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംശയമൊന്നുമില്ല. അവിടെ ഈ പറഞ്ഞ കണക്ക് ഇനി സീറ്റ് കൂടിയാലും ഈ രീതിയിലൊക്കെയുള്ള മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടാകാം. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാവോ? ഒരു കനലൂതി കത്തിച്ചൊരു വലിയ തീയാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ രാജ്യം പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വടക്കേ ഇന്ത്യക്ക് മാത്രമായിട്ടോ കിഴക്കേ ഇന്ത്യക്ക് മാത്രമായിട്ടോ തെക്കേ ഇന്ത്യക്ക് മാത്രമായിട്ടോ ഒന്നും തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അഭിലഷണീയമല്ല. അത് തെക്കേ ഇന്ത്യക്കും വേണമെന്നേ. അതാണ് ഞാൻ പറയുന്നത്. തെക്കേ ഇന്ത്യക്ക് 500 സീറ്റ്, ബാക്കി 348 സീറ്റ് അപ്പുറത്ത്, അങ്ങനെ നമ്മൾ പറയുന്നില്ല. വേണ്ട, പാടില്ല. നമ്മൾ പറയുന്നത് ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷത അനുസരിച്ച് ഞാനിപ്പോൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. എനിക്കിതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം, ഈ യോഗത്തിൻ്റെ കാര്യത്തിനകത്തൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ നന്നായി ചെയ്തു, അതുകൊണ്ട് നമ്മൾ പീനലൈസ് ചെയ്യപ്പെടുന്നു. ആ വിഷയമേ അല്ല ഉന്നയിക്കേണ്ടത്. ആ വിഷയമൊന്നും അല്ല ഉന്നയിക്കേണ്ടത്. അതൊക്കെ വളരെ പെട്ടെന്ന് പിന്നെ എന്താ പറയുക, എതിർത്ത് തോപ്പിക്കാൻ പറ്റുന്ന വാദങ്ങളാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഫെഡറൽ പ്രിൻസിപ്പിളുണ്ട്. ആ ഫെഡറൽ പ്രിൻസിപ്പിളിനെതിരാണിത്. അതാണ് പറയേണ്ടത്. ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നതല്ല ഭരണഘടനയുടെ രീതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ സമരം നടത്താൻ പറ്റുമോ? എങ്ങനെയാണ് സംവരണം നടത്തുക? സംവരണം തെറ്റല്ലേ? കാരണം വെച്ചാൽ എല്ലാ മനുഷ്യരെയും തുല്യമായി ഭരണകൂടം കാണണം. നിങ്ങളുടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ കണ്ടുകൂടാ, നിങ്ങളുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുകൂടാ, നിങ്ങളെല്ലാവരും തുല്യരായി കാണണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന 15ാം ധനകാര്യ കമ്മീഷൻ്റെ പിന്നെ അലോക്കേഷൻ ഉണ്ടല്ലോ, ഈ അലോക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായി കൊടുക്കണ്ടേ? നമ്മളതിനെ അംഗീകരിക്കുന്നില്ലല്ലോ. നിങ്ങൾ തുല്യമായി കൊടുക്കണ്ട, നിങ്ങൾ തുല്യമായിട്ട് ഇങ്ങോട്ടും തരണ്ട. ഇങ്ങനെയൊരു നിലപാട് നമ്മൾ എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനോടൊപ്പം തന്നെ ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷത കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് പ്രത്യേക അധികാരങ്ങളും നൽകണം, പ്രത്യേകമായ അലോക്കേഷൻസ് നൽകണം. അതാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇവിടെ അതാണ് അട്ടിമറിക്കപ്പെടാൻ പോകുന്നത്. ഏകപക്ഷീയമായി ഈ പറയുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഇത് BJP തന്നെ ആണോന്നിരുന്നേ, BJP തന്നെ ആകണമെന്നില്ല. നാളെ വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുപോലെ തന്നെ ഉയർന്നു വന്നാൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും 4 or 5 സംസ്ഥാനങ്ങളിൽ ആധിപത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസുമുള്ള ഇന്ത്യയുടെ അധികാരം എത്ര കാലം വേണമെങ്കിലും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം അഭികാമ്യമല്ല. ആ പ്രശ്നമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. അത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഉയർത്തിപ്പിടിക്കണം. അത് സൗത്ത് ഇന്ത്യ വേഴ്സസ് നോർത്ത് ഇന്ത്യ എന്നുള്ളൊരു പ്രശ്നം മാത്രമല്ല. സൗത്ത് ഇന്ത്യ തീരെ അപ്രസക്തമായി പോകുന്ന കാര്യത്തിൽ ഒരു സംശയം. 192 സീറ്റാണ്, പിന്നെ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നുണ്ടെന്ന് പോലും ഇന്ത്യ അറിയത്തില്ല. 20 സീറ്റ് ഇലക്ഷൻ നടക്കുന്ന ഒരു സംസ്ഥാനം, 848 സീറ്റിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം ഈ 20 സീറ്റിൽ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും പ്രചാരണത്തിന് വരത്തില്ല. ഒരു രാഷ്ട്രീയ നേതാക്കളും പ്രചാരണത്തിന് വരത്തില്ല. അത്ര തുച്ഛമാണല്ലോ ഈ 20 സീറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അതേസമയം 543-ൽ 20 അത്ര അങ്ങനെ അല്ല. അത് വളരെ പ്രധാനമാണ്. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നം വളരെ ഇത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ജനാധിപത്യ ബോധമുള്ള എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ജനാധിപത്യം പുലരണമെങ്കിൽ ഈ പറയുന്ന ഫെഡറലിസം പുലരണം. ഫെഡറലിസം പുലരുന്നതിലൂടെ മാത്രമേ ജനാധിപത്യവും നമ്മുടെ സ്വത്വവും ഒക്കെ പുലരുകയുള്ളൂ. അതിന് തടസ്സം നിൽക്കുന്ന ഏത് നിയമനിർമ്മാണത്തെയും നാം അതിനൊക്കെ ഉയർന്ന ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കണ്ടുകൊണ്ട് വേണം ഇത്തരം വിഷയങ്ങളെ പരിശോധിക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ നീക്കമുണ്ടല്ലോ, ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്, അമിത്ഷാ ഈ പറയുന്ന കാര്യം വളരെ ശരിയാണ്. ഒരു സീറ്റ് പോലും സൗത്ത് ഇന്ത്യക്ക് കുറയാൻ പോകുന്നില്ല, കൂടാനേ പോകുന്നുള്ളൂ. പക്ഷേ 3 ഇരട്ടി സീറ്റുകളാണ് വടക്കേ ഇന്ത്യയിൽ കൂടാൻ പോകുന്നത്. അതൊരു അസന്തുലിതാവസ്ഥയുണ്ടാക്കും. വടക്കേ ഇന്ത്യയിൽ ആർക്കാണ് ആധിപത്യം? അവർ തെക്കേ ഇന്ത്യയെ പരിഗണിക്കുക പോലും ചെയ്യാതെ നല്ല മനോഹരമായി അവർക്ക് ഭരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അത്തരം സാഹചര്യം അനുവദിക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇന്ന് ചെറിയ കാര്യമാണോ രാജ്യത്തെ 4 മുഖ്യമന്ത്രിമാരും ഒരു ഉപമുഖ്യമന്ത്രിയും യോഗം ചേരുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇന്ത്യയുടെ ഭാവി ജനാധിപത്യ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമായി മാറാൻ പോകുന്നു, ഒരു പ്രധാനപ്പെട്ട അധ്യായമായി മാറാൻ പോകുന്നു. ഈ യോഗം നടന്നത് വളരെ ഗൗരവത്തോടുകൂടി ഞാൻ കാണുന്നു. എന്നാൽ ഈ യോഗം നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങേയറ്റം അനഭിലഷണീയമാണ് എന്നുമാണ് എൻ്റെ വിലയിരുത്തൽ. തലയ്ക്കുമീതെ വാളോ എന്നതാണ് ചോദ്യം. തലയ്ക്കുമീതെ വാള് തന്നെയാണ്. ആ ആശങ്കയിൽ തന്നെയാണ് ചെന്നൈയിൽ സ്റ്റാലിൻ ഒരു യോഗം വിളിച്ചത്. അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മാത്രം യോഗമായി മാറുന്നില്ല. 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരെയും നേതാക്കളെയും യോഗത്തിൽ ക്ഷണിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഒഡീഷ, പഞ്ചാബ്, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിമാർക്കും ക്ഷണമുണ്ട്.
ഉണ്ടായിരുന്നു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി എത്തിയില്ല, പകരം ഐക്യദാർഢ്യം അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ AAPയുടെ നേതാവ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ യോഗത്തിൽ പങ്കെടുത്തു. ഒഡീഷ മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഓൺലൈനായിട്ട് യോഗത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഉണ്ടായിട്ടുണ്ട്. ലീഗിന്റെ നേതാവ് PMA സലാം, കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ് MP, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, NK പ്രേമചന്ദ്രൻ എന്നിവരൊക്കെ തന്നെയും ഈ യോഗത്തിൽ പങ്കെടുത്ത് ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ 2026 രാജ്യത്ത് ഈ ലോക്സഭാ മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇതുവരെ കോവിഡ് കാരണം മാറ്റിവെച്ച ഈ സെൻസർ പ്രവൃത്തികൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. അതൊക്കെ പൂർത്തിയാക്കാൻ ഉള്ള ആലോചനകളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ മണ്ഡല പുനർനിർണയം നടത്തുക പാർലമെന്റ് ആക്ട് പ്രകാരം നിയമിക്കുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും. ആ കമ്മിറ്റിയെ ഭയക്കേണ്ടതുണ്ടോ, ആ കമ്മിറ്റിയെ സംശയിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് സർക്കാരിൻ്റെ ചോദ്യം. അല്ലെങ്കിൽ അമിത്ഷാ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം. എന്തിനാണ് അതിൽ ആശങ്കപ്പെടുന്നത്? പക്ഷേ നമ്മുടെ മുന്നിൽ ഇപ്പോൾ JPC എന്ന ഉദാഹരണമൊക്കെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ന്യൂനപക്ഷം ആയി നിൽക്കുന്ന ശബ്ദം അവിടെ പൂർണ്ണമായും നിശബ്ദമാക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ മുന്നിൽ നേരത്തെയുള്ള അനുഭവമാണ്. അതാണ് ഒരു ആശങ്കയായി നിൽക്കുന്നത്. ഇതിനു മുമ്പ് 1951 ആദ്യമായ മണ്ഡല പുനർനിർണയം നടന്നു. അന്നത്തെ സെൻസസ് പ്രകാരം 36.1 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് 494 ലോക്സഭാ സീറ്റുകളാണ് അന്നുണ്ടായിരുന്നത്. 61 ജനസംഖ്യ 43.9 കോടിയായപ്പോൾ സീറ്റുകളുടെ എണ്ണം 522 അപ്പോൾ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ മണ്ഡലങ്ങൾ എന്ന നിലയ്ക്കാണ് പൊതുവിൽ ഇന്ത്യയിൽ മണ്ഡല പുനർനിർണയത്തിൻ്റെ കാര്യത്തിൽ പിന്തുടർന്ന് പോയിട്ടുള്ളത്. 71 ആയപ്പോഴേക്കും ഈ രീതി നിർത്തി ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കാൻ രാജ്യത്ത് നടപടികൾ ആരംഭിച്ചു. അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം കൃത്യമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ എന്ന് വരുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു. ഇവിടെ വലിയ രീതിയിൽ ജനസംഖ്യ നിയന്ത്രിച്ചു. അപ്പുറത്ത് ജനസംഖ്യാ നിയന്ത്രണം ഒരു തരത്തിലും കൃത്യമായി നടപ്പായിട്ടില്ല. കണക്കുകളുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിൽ 2001 2011 ഇടയ്ക്ക് 20% ജനസംഖ്യാ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ആയ അവിഭജിത ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും ഈ 10 വർഷത്തിനിടയിൽ 16% താഴെയാണ് ജനസംഖ്യാ വളർച്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനസംഖ്യാ വളർച്ച കുറവുള്ള സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കുറച്ചുകൂടി വികസനം സംഭവിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കുറച്ച് പ്രതിനിധികൾ മതി പാർലമെന്റിലേക്ക്. അപ്പോൾ അവികസിതമായ സ്ഥലത്തു നിന്നും കൂടുതൽ പ്രതിനിധികൾ എന്നുള്ളത് എങ്ങനെയാണ് രാജ്യത്തെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ അംഗീകരിക്കാനാവുക എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ജനസംഖ്യ കുറയുന്നതിൻ്റെ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഇവിടെ അനുഭവിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ 2024 84 ഭേദഗതി കാലഹരണപ്പെടും. അപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനായി രാഷ്ട്രീയ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ കേന്ദ്ര സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടാകും. അപ്പോൾ ഹിന്ദി ഭാഷാ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുണ്ടാകുന്ന രൂപത്തിലേക്ക് അത് മാറും എന്നുള്ള ആശങ്കയാണ് നിലവിൽ ഇന്ന് യോഗം ചേർന്ന എല്ലാ സംസ്ഥാനങ്ങളും അഭിപ്രായം പറഞ്ഞിരിക്കുന്ന അവർ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ തരത്തിൽ തമിഴ്നാടിന് 8 മുതൽ 9 വരെ ലോക്സഭാ മണ്ഡലങ്ങളും കേരളത്തിന് 8, കർണാടകയ്ക്ക് 2, ആന്ധ്രയ്ക്ക് 8, തെലങ്കാനയ്ക്ക് 8 എന്നിങ്ങനെയും കുറയുമെന്നാണ് സാധ്യതാ കണക്കുകൾ പുറത്തു വരുന്നത്. ഏകദേശം 30-ലധികം സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ കുറയുമെന്നുള്ള ആശങ്കയാണ് ഇവിടെ ഉയരുന്നത്. അത്രയും MP-മാരുടെ പ്രാതിനിധ്യം കുറയും. അതിന് അമിത്ഷാ പറയുന്നു അങ്ങനെ കുറയുകയില്ല, ഇവിടെ കുറയ്ക്കുകയില്ല എന്ന് പറയുന്നു. ഇവിടെ കുറയ്ക്കുകയില്ല എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കൂടുമെന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അതായത് നിലവിൽ ഉള്ള ഈ 543 എന്ന കണക്കിൽ നിന്ന് അത് 800 കടക്കുമോ എന്നുള്ള ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ 800 കടന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നീട് സംഭവിക്കുക? പാർലമെന്റിൽ ഇപ്പോൾ തന്നെ പാർലമെന്റ് എങ്ങനെയാണ് സമ്മേളിക്കുന്നത്? പാർലമെന്റിൽ എങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്? പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ സ്വരത്തിന് എത്രത്തോളം അവരുടെ ഒരു പ്രാതിനിധ്യം അവിടെ അനുഭവപ്പെടുന്നുണ്ട്? അവർക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിന്മേലൊരു തീരുമാനമുണ്ടാകാൻ എത്രത്തോളം അത് സംഭവിക്കുന്നുണ്ടെന്നൊരു വിഷയമുണ്ട്. ഇനി 700-ന് മേളിലേക്ക് ആളുകൾ ആവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ആർക്കും തന്നെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും എന്നുള്ള ഒരു സാഹചര്യം വരില്ല. സംവാദങ്ങളില്ലാത്തൊരു പാർലമെന്റായി മാറും എന്നുള്ള ആശങ്ക ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. ഇനി നമ്മുടെ കേരളം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മളും തമിഴ്നാടും പാർലമെന്റിൽ പലതവണ ആവർത്തിപ്പിച്ച കാര്യമാണ്. ഈ മണ്ഡല പുനർനിർണയം മാത്രമല്ല, കേന്ദ്ര നികുതികൾ വീതം വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ വീതം വെപ്പിൽ നമ്മൾക്ക് എത്രത്തോളം കുറയുന്നു? എന്തുകൊണ്ട് കുറയുന്നു? വികസിതമാണ്, കുറച്ചുകൂടി നല്ല സംവിധാനമുണ്ട്, ഇവിടെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അധികം കേന്ദ്ര വിഹിതം, ഈ ആദായ നികുതിയുടെയൊക്കെ വിഹിതം വരുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്, അതല്ലെങ്കിൽ ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ
രണ്ടിലും നമ്മൾ മുന്നിലാണ്. അതുകൊണ്ട് നമ്മുടെ വിഹിതം കുറയുകയാണ്. ഇതിപ്പോൾ 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 41% സംസ്ഥാനങ്ങളുമായി വീതം വയ്ക്കുന്നത്. ഇതിൽ നമുക്കാണ് ഏറ്റവും കുറവ്, നമുക്കും തമിഴ്നാടിനുമാണ് ഏറ്റവും കുറവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ, കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ് നടപ്പാക്കാത്തത് കൊണ്ട് പല പദ്ധതികളും പല വിഹിതവും കുറയുന്നുണ്ട്. നമുക്കത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, തമിഴ്നാടിനാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അത് പൂർണ്ണമായും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചും ആരോഗ്യ മേഖലയിൽ അത് കുറയുന്നുണ്ട്. പലതരത്തിലും ലൈഫ് പദ്ധതിക്ക് മോദിയുടെ പടം വീടിന് മുന്നിൽ വെച്ചില്ലെങ്കിൽ ആ ലൈഫ് പദ്ധതിക്കുള്ള വിഹിതം കിട്ടില്ല. അതിപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നമ്മളോട് ഒരു ഇരട്ടത്താപ്പ് എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ രൂപത്തിൽ പറ്റില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതേസമയം ഇപ്പോഴത്തെ അവസ്ഥ തുടരാമോ എന്ന് ചോദിക്കുമ്പോൾ അതും പറ്റില്ലല്ലോ. ഇപ്പോൾ മണ്ഡല പുനർനിർണ്ണയം നടന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ജനസംഖ്യ കൂടുതലുണ്ട് എന്ന് കരുതുന്ന യുപിയിൽ നിന്നും 10 ലക്ഷം പേർക്കായിട്ട് ഒരു പ്രതിനിധി മാത്രമെന്ന് പറഞ്ഞാൽ അതും സന്തുലിതാവസ്ഥയല്ല. അപ്പോൾ എന്താണ് വേണ്ടത് എന്ന ചോദ്യമുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ചില വിദഗ്ധരൊക്കെ അതിൽ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. സാധ്യമായ ഒരുപാട് പരിഹാരങ്ങൾ പറയുന്നുണ്ട്. ജയിച്ച മണ്ഡലങ്ങളുടെ എണ്ണത്തെക്കാൾ ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ടിൻ്റെ ശതമാനത്തെ അടിസ്ഥാനമാക്കി സീറ്റുകൾ അനുവദിക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം സൃഷ്ടിക്കുക എന്നൊരു സാധ്യതയുണ്ട്. അപ്പോഴും ഉത്തരേന്ത്യക്കാർ ഭൂരിപക്ഷമായിരിക്കും എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. ഇനി അടുത്തത്, ഈ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാരുടെ വോട്ടുകൾക്ക് കൂടുതൽ വെയിറ്റേജ് നൽകുന്ന ഒരു സംവിധാനം കൊണ്ടുവരിക എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നടപ്പാക്കിയെങ്കിൽ നന്നാകുമെന്നുള്ള അഭിപ്രായം വരുന്നു. ഈ അഭിപ്രായങ്ങളൊക്കെ പരിഗണിക്കുമെന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഇനി മറ്റൊന്ന് പറയുന്നത്, അമേരിക്കൻ മാതൃക നല്ലതാണ്. US-ൽ ഭരണഘടനയിൽ നിന്ന് ഒരു പേജ് കടമെടുക്കാമെന്നാണ് തരൂർ പറയുന്നത്. അതിൽ 50 സംസ്ഥാനങ്ങൾക്കും തുല്യ ശബ്ദമുണ്ട്. ചെറിയ സംസ്ഥാനങ്ങളായാലും വലിയ സ്റ്റേറ്റുകളായാലും തുല്യ ശബ്ദം, 2 സെനറ്റർമാർ വീതമാണ്. അപ്പോൾ അവിടെ എല്ലാ മേഖലയിൽ നിന്നുള്ള വിഷയം അവതരിപ്പിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഒരു വഴിയായി പറയുന്നുണ്ട്. അപ്പോൾ അത് നടപ്പാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനി മറ്റൊരു പോംവഴി എന്ന് പറയുന്നത് വികേന്ദ്രീകരണം എന്നാണ്. വികേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുക. പക്ഷേ BJPയെ സംബന്ധിച്ച് എല്ലായിടത്തും അധികാരം കൊണ്ടുവരിക, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മേൽ പോലും അധികാരം ഇപ്പോൾ തന്നെ കാണിക്കുന്ന ഒരു രീതിയാണ് അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ വികേന്ദ്രീകരണം എത്രത്തോളം അത് അംഗീകരിക്കും എന്നറിയില്ല. ഇതിലിപ്പോൾ ഈ യോഗം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആദ്യ യോഗം മാത്രമാണല്ലോ. ഇന്നിപ്പോൾ ചെന്നൈയിൽ ചേർന്നിരിക്കും. ഇനി അടുത്തത് ഹൈദരാബാദിലാണ് ചേരാൻ പോകുന്നത്. അപ്പോഴേക്കും കൂടുതൽ സംസ്ഥാനങ്ങൾ ഇതിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ ഈ ചർച്ചയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. നിലവിൽ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങളോട് മുഖം തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം അമിത്ഷാ സഭയിൽ ഇതിൽ ഭാഷാ തീവ്രവാദം എന്ന രൂപത്തിൽ തമിഴ്നാടിനെ അവതരിപ്പിക്കേണ്ടായി. തമിഴ്നാടിന് ഇത് ഭാഷാ തീവ്രവാദമാണ്, തമിഴ് സംസാരിക്കുക, തമിഴ് മാത്രം, അല്ലെങ്കിൽ തമിഴ് മേഖലയ്ക്ക് മറ്റൊരു നിലപാട്, അല്ലെങ്കിൽ രാജ്യത്തിന് മേലെ തമിഴ് ജനത എന്ന രൂപത്തിലേക്കൊക്കെ നിങ്ങൾ അതിനെ കാണുകയാണ്. അപ്പോൾ അത് ഒരു ശരിയായ രീതിയല്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിലപാട് ആദ്യം എടുത്തിരുന്നത് യഥാർത്ഥത്തിൽ BJP സർക്കാരാണ്. ഹിന്ദി ഭാഷാവാദം ഉന്നയിച്ചപ്പോഴാണ് അതിനെതിരെയാണ് ഈ വാദം ഇവർ ശക്തമായി ഉയർത്തി. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് ഭാഷയോട് സ്നേഹമുണ്ട്, തമിഴ് ഭാഷയിൽ തന്നെ പഠിക്കുക എന്നൊക്കെയുള്ള ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ രൂപ പോലും തമിഴ് എഴുതിക്കൊണ്ടൊക്കെയാണ് അവർ ആ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതല്ല യഥാർത്ഥത്തിൽ തമിഴ്നാടിൻ്റെ അഴിമതി മറയ്ക്കാനുള്ള ഒരു നീക്കമാണ് ഇത് എന്നൊരു വാദം അവിടെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ കാണിച്ചതുപോലെ തമിഴ്നാട് സർക്കാരിനെ അടുത്തതായി ലക്ഷ്യമിടുന്നു. അപ്പോൾ ആ രൂപത്തിൽ അതിനെ തകർത്ത് കളയാമെന്നൊരു ആലോചന അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും വിവിധ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഒരുമിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത് ഈ ഫെഡറൽ സംവിധാനങ്ങൾ നിലനിർത്താൻ, ജനാധിപത്യപരമായ രീതികളിലേക്ക് കാര്യങ്ങൾ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഈ യോഗങ്ങളും ചർച്ചകളും തുടരും. അതുകൊണ്ട് അത്ര എളുപ്പമാകില്ല ഈ മണ്ഡല പുനർനിർണ്ണയം. ഈ വിവിധ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കാതെ, വിവിധ അഭിപ്രായങ്ങളിൽ ഒരു നിലപാടുകൾ അംഗീകരിക്കാതെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുക അത്ര എളുപ്പമാകില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ആ രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ 3/2 ഭൂരിപക്ഷം എന്ന രൂപത്തിലേക്ക് പോവുകയും ഭരണഘടന പൂർണ്ണമായും തന്നെ ഭേദഗതി ചെയ്യാനൊക്കെയുള്ള അധികാരത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിലേക്ക് പോകണോ എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ മാറി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കൂടി ആലോചിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്ന ഈ YSR കോൺഗ്രസ് ആയാലും അവരുടെ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചിട്ട് കത്തയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാനാകുന്നത്. അപ്പോൾ BJP പിന്തുണയ്ക്കുന്നവർക്ക് പോലുമുള്ള ആശങ്ക അവിടെ നിൽക്കുന്നു. അപ്പോൾ അവരുമായൊക്കെയുള്ള ചർച്ച എത്രത്തോളം നടത്തേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മീതെ വാളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മീതെ വാളോ എന്ന ചർച്ച തുടരുകയാണ്. സുജയ,
തലയ്ക്ക് മീതെ വാളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹത്തിനുള്ള ആശങ്കകളും ഉണ്ടായിരിക്കും. ആശങ്കപ്പെടാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ കൂടുതൽ ആശങ്ക MK സ്റ്റാലിനാണെന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. കാരണം MK സ്റ്റാലിന് ഈ ഒരു നീക്കത്തോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ മാത്രമായി ചുരുക്കി കാണേണ്ട കാര്യമല്ല. MK സ്റ്റാലിന് ഇനിയും അങ്ങോട്ട് NDAയുടെ ഭരണം തുടരുക എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് തുടരുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്, ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞതാണ്, തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ്, DMKയുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന അത്രയ്ക്കൊരു ഈസി വോക്ക് ഓവറിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും വിജയുടെ അടക്കം എൻട്രി വന്നതിന് ശേഷം എങ്ങനെയാണ് തമിഴ്നാട്ടിലെ വോട്ട് ബേസിൽ ഇളക്കം തട്ടാൻ പോവുക എന്നത് ഒരു ആശങ്കയായി തന്നെ സ്റ്റാലിൻ അവിടെ നിൽക്കുന്നുണ്ട് എന്നത് തമിഴ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ ചെന്നൈയിലേത് ഞാനതിനെ കാണുന്നത് ഒരു ബിഗ് ഷോ ആയിട്ടാണ്, ഒരു ഷോ ഓഫാണ്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിൽ നമ്മൾ കണ്ട അതേപോലെയുള്ള ഒരു ഷോ ഓഫാണ്. പിന്നീട് ഇന്ത്യ മുന്നണിക്ക് എന്താണ് സംഭവിച്ചത്? 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യ മുന്നണി എവിടെയായിരുന്നു എന്നതൊക്കെ 2023 നമ്മൾ കണ്ടതാണ്. 2024 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് തലേ വർഷം 2023 ഈ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം, ആദ്യത്തെ യോഗം, സമാന്തരമായി NDA ഉടനെ വേറെ യോഗം വിളിക്കുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ആ ഫസ്റ്റ് ഷോ ഓഫ് പോലെ തന്നെയാണ് ഇന്നത്തെ ഈ ചെന്നൈ യോഗവും അവസാനിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ബിഗ് ഹെഡ്ലൈൻസ് ഉണ്ടാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാർ ഒന്നിച്ച് നിൽക്കുന്നത്, പിണറായി വിജയൻ്റെ ഈ ഒരു കോട്ട് തന്നെ, ഡെമോക്രസിൻ്റെ വാൾ എന്ന് പറയുന്നത് തന്നെ എല്ലായിടങ്ങളിലും പ്രധാനമായും സൗണ്ട് ബൈറ്റ്സായി വരുന്നു. അങ്ങനെ അത് ഒരു ഷോ എന്ന രീതിയിൽ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നതാണ്. ഈ മുന്നണിയുടെ രൂപീകരണം ഗംഭീരമായിരുന്നു എന്നത് ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ഞാൻ വളരെ വസ്തുതാപരമായി തന്നെയാണ് പറയുന്നത്. ഇന്ത്യ മുന്നണി രൂപീകരിച്ച വേളയിൽ വലിയ നേട്ടത്തിലേക്ക് പോകുന്നു. നരേന്ദ്രമോദി സർക്കാരിന് ഇനി ഒരു തുടർച്ച ഉണ്ടാകില്ല, അത്തരത്തിലൊരു പെർഫോമൻസ് ആയിരിക്കും. പ്രത്യേകിച്ചും ഭാരത് ജോഡോ യാത്രയുടെ ഒരു ആദ്യത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തേതിലേക്ക് കടക്കാൻ പോകുന്ന വേളയിലാണല്ലോ ഈ ഇന്ത്യ മുന്നണി രൂപീകരണം വരുന്നത്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് അടുത്ത സർക്കാർ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയാണ് രൂപീകരിക്കാൻ പോവുക എന്നൊരു വലിയ പ്രൊജക്ഷനിലേക്ക് പോയിരുന്നു ഈ രൂപീകരണ വേളയിൽ. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിന് സംഭവിച്ചത് ഈ തുടർച്ചയിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ്. ആ ഇടർച്ചകളുടെ ഒരു തുടക്കം നമ്മളിവിടെ കാണുന്നുണ്ട് മമതാ ബാനർജിയുടെ രൂപത്തിൽ. പുറത്തുനിന്ന് അന്നും ഈ യോഗത്തിൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിൽ മമതാ ബാനർജി ആദ്യഘട്ടങ്ങളിൽ എടുക്കുന്ന നിലപാട് എന്തായിരുന്നു? ഞാനുണ്ട് കൂടെ, നിങ്ങൾ ഇറങ്ങിക്കോ എന്ന മട്ടിൽ പോയിട്ട് അവസാനമായി സീറ്റ് വിഭജനമായപ്പോഴേക്കും ഇതേ മമതാ ബാനർജി എന്താണ് ചെയ്തത്? എനിക്കറിയാം ബംഗാളിലെ കാര്യം നോക്കാൻ, ഇന്ത്യ മുന്നണിയൊന്നും ഇവിടെ വേണ്ട, നിങ്ങൾ വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയായി അപ്പുറത്ത് മത്സരിച്ചോ എന്ന് പറയുകയാണ് മമതാ ബാനർജി ചെയ്തത്. ഇവിടെയും MK സ്റ്റാലിനും പിണറായി വിജയനും ഒക്കെ എടുക്കുന്ന ഈ സ്റ്റാൻഡ്, അതിൽ പിണറായി വിജയൻ എന്തായാലും സ്റ്റാലിനൊപ്പം തന്നെ നിൽക്കും. തമിഴ്നാട്ടിൽ അവർ സഖ്യമായി നിൽക്കുന്ന കക്ഷികളാണ്. കോൺഗ്രസിൻ്റെയും സ്റ്റാൻഡ് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ മറ്റ് കക്ഷികളെയൊക്കെ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം, ഇന്ത്യ മുന്നണിയുടെ തുടർച്ച അത് നമ്മുടെ മുന്നിലുള്ളപ്പോൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു വിഷയത്തിൽ? ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ പ്രത്യേകമായുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന വേളയിൽ എത്രത്തോളം ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ആ ട്രസ്റ്റ് ഇഷ്യൂസ് ഈ കൂട്ടായ്മയിലും ഉണ്ടാകില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഒരു തരത്തിലും അംഗീകരിച്ച് തരാൻ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്തായാലും സമ്മതിച്ച് തരില്ല എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് അല്ലെങ്കിൽ സൗത്തിന് പ്രാധാന്യം കുറയുന്നു, സൗത്ത് ഇവിടെ വളരെ നന്നായി ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ വളരെ വെൽ എക്വിപ്ഡായി നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. രാജ്യം മുഴുവൻ എന്തുകൊണ്ട് കൃത്യമായി ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയില്ല എന്ന ചോദ്യങ്ങളൊക്കെ വളരെ ആയിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുക. അതിനൊന്നും അത്രയ്ക്ക് വെയിറ്റേജ് കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൽ ഡീലിമിറ്റേഷനെയാണോ എതിർക്കുന്നത് അതോ BJPക്കും NDAക്കും കിട്ടാൻ പോകുന്ന കൂടുതൽ സീറ്റുകളെയാണോ എതിർക്കുന്നത് എന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ഡീലിമിറ്റേഷൻ വന്നു കഴിയുമ്പോൾ ഉണ്ണിസാർ കൃത്യമായ ആ ഫിയർ എന്താണെന്നുള്ളത് വളരെ തുറന്ന് തന്നെ അങ്ങ് എക്സ്പ്രസ് ചെയ്തു. ഐ എം താങ്ക്ഫുൾ ടു യു. കാരണം ഞാൻ പറയാൻ വന്നതും അത് തന്നെയാണ്. കാരണം BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഈ രീതിയിൽ സീറ്റ് എണ്ണം കൂടുമ്പോഴേക്കും അതിൻ്റെ കൂടുതലും ലാർജർ ചങ്ക് എന്ന് പറയുന്നത് പോകാൻ പോകുന്നത് NDAയിലേക്കോ BJPയിലേക്കോ ആണ്. തൂത്തുവാരുന്നു എന്ന് നമ്മൾ ഗുജറാത്തിൽ, മധ്യപ്രദേശിൽ ഒക്കെ പറയുന്നത് പോലെ UPയിൽ ഇപ്പോൾ ഒരു തവണ പോയി എന്നേ ഉള്ളൂ. അടുത്ത തവണ അത് തിരിച്ച് അതേപടി തന്നെ വരും. അതിനുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഇതിനകം തന്നെ അവർ നടത്തി കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ കണ്ടല്ലോ എത്ര ക്ലവറായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തതെന്ന്. ഹരിയാനയിൽ കണ്ടല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര ക്ലവറായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തതെന്ന്. മറുഭാഗത്ത് ജയിച്ചു, അധികാരത്തിനായി അവിടെ വന്ന് മന്ത്രിസഭ രൂപീകരിക്കാനായി വിമാനം പിടിച്ച് KC വേണുഗോപാൽ അവിടെ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ മന്ത്രിസഭ BJP എടുത്തു. അതാണ് സംഭവിച്ചത്. അതുപോലെയുള്ള ക്ലവർ എക്സിക്യൂഷൻസ് ആണ് ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിപ്പോൾ BJPക്കും NDAക്കും നന്നായി അറിയാം. അതുകൊണ്ട് ആ എക്സിക്യൂഷൻ പാർട്ടിൽ ഇവിടെ ഈ പ്ലാനിങ് ഗംഭീരമായിട്ട് നടത്തും. പ്ലാനിങ്ങിൽ ഇന്ത്യ മുന്നണി സൂപ്പറാണ്. അത് ഈ പറയുന്ന ഷോയുടെ കാര്യത്തിലായാലും ചെന്നൈ യോഗത്തിൻ്റെ കാര്യത്തിലായാലും പ്ലാനിങ് മീറ്റിംഗ്സ് എല്ലാം വളരെ പക്കായി നടക്കും. പക്ഷേ അതിനുശേഷം എക്സിക്യൂഷനിലേക്ക് വരുമ്പോഴേക്കും അപ്പുറത്ത് ഈ മീറ്റിംഗ്സ് ഒന്നും നടത്താതിരിക്കുന്നവർ അധികാരവും കൊണ്ട് പോകുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടത്.
ഇവിടെ ഈ കൂടുതൽ സീറ്റ് കിട്ടുന്നതിനെ അവർ ഭയന്നിട്ട് കാര്യമില്ല. ഡീലിമിറ്റേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ സീറ്റ് എണ്ണത്തിലേക്ക് 848 888 കസേരകൾ വരെ ഇവിടെ എന്തായാലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ 848 പോകുന്നതെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗവും സ്വന്തമാക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ ആയിരിക്കും ഈ ഡീലിമിറ്റേഷൻ എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒറ്റ കാര്യമേ എനിക്കൊരു പോയിന്റായി മുന്നോട്ട് വെക്കാനായിട്ടുള്ളൂ. നമ്മളിപ്പോൾ നടക്കുന്ന ഈ ചർച്ച, ഈ ഡിബേറ്റ്സ്, ഇപ്പോൾ ചെന്നൈയിൽ നടന്ന യോഗത്തിലെ റെസൊല്യൂഷൻ, അതുപോലെ തന്നെ അവിടെ ഒരു JSC അവർ ഉണ്ടാക്കുകയാണ്. ആ JSC തീരുമാനങ്ങൾ എടുക്കാൻ ചുമതലപ്പെടുത്തുന്നു. കനിമൊഴി വന്ന് ബ്രീഫിംഗ് നടത്തുന്നു. അടുത്ത മീറ്റിംഗ് ഹൈദരാബാദിൽ ഷെഡ്യൂൾ ചെയ്യുന്നു. പക്ഷേ എന്തിലാണ് അവരിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ഒരു ആക്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, ഒരു ആക്ടിൻ്റെ കരട് രൂപം അല്ലെങ്കിൽ ഭരണഘടനയിൽ വരുത്താൻ പോകുന്ന ഒരു അമെൻമെൻറ്റ് എന്തിനെക്കുറിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ പ്രപ്പോസ് ചെയ്യുമെങ്കിലും ചെയ്തോ? ഒന്നും ഉണ്ടായിട്ടില്ല. അവരവിടെ നിന്ന് ഒരു കാര്യം പോലും, ഒരു വിരൽ പോലും അനക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു നീക്കം പോലും നടത്തിയിട്ടില്ല. അതിനു മുൻപ് തന്നെ ഇതിനെ നമ്മൾ എതിർക്കണം, ഇങ്ങനെ എതിർക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ വെൽഫെയർ ആണ്. ഒരു MP നമ്മൾ ഇലക്ട് ചെയ്ത് വിടുമ്പോൾ ജനങ്ങളുടെ വെൽഫെയർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രത്തോളം വെൽഫെയർ മെക്കാനിസംസ് ഉറപ്പാക്കാൻ കഴിയും? നമ്മൾ ഈ 1971 സെൻസസ് ഡാറ്റ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മണ്ഡലത്തെ ക്രമീകരിച്ചിരിക്കുന്നത് 1971 ഡാറ്റ വെച്ചിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞു? ഉണ്ണിസാർ ജനിക്കുന്നതിന് മുമ്പ് നടന്ന, നമ്മളിപ്പോൾ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ആളും ഏറ്റവും മുതിർന്ന അംഗം എന്ന നിലയിൽ അങ്ങ് ജനിക്കുന്നതിന് ഒപ്പം, അല്ലെങ്കിൽ അങ്ങ് ജനിച്ചതിന് തൊട്ടടുത്ത് നടന്ന ഒരു പ്രോസസ്സാണല്ലോ. അത് ഇത്രയും വർഷത്തിന് ശേഷവും ആ പ്രോസസ്സിനെ തന്നെ 1971 ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം, അത് എക്സ്റ്റെൻഡ് ചെയ്യണം ഫർദർ 25 years എന്ന് പറയുന്നത് അത് എത്രത്തോളം ഫൂളിഷ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ്. അങ്ങനെ ചിന്തിക്കുന്ന യുവതലമുറയുള്ള രാജ്യത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. കാരണം അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെൻസസ്, അവരുടെ കൂടി ഒപ്പീനിയൻസ്, അത് ഒരു MP-ക്ക് ഒരു കൺസേണായി വരുന്ന രീതിയിൽ അവരും കൂടി വരുന്ന രീതിയിൽ ഉള്ള ഒരു സെൻസസ് ഇല്ലാതെ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു മണ്ഡലത്തിൻ്റെ ഒരു പൂർണ്ണത എന്ന് വരുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എത്ര അംഗങ്ങളാണ് ഒരു MP-യുടെ കീഴിൽ വരുന്നത് എന്ന് ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണ്ടേ? ഇപ്പോഴും പഴയ ഫിഗർ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വിഭവങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിന് വേണ്ട വിഭവ വിനിയോഗത്തെക്കുറിച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഈ പറയുന്ന പ്രോസസ്സ് 2002 എക്സ്റ്റെൻഡ് ചെയ്ത് 2026 വരെ ആക്കി വെച്ചിരിക്കുകയാണ്. അത് ഇനിയും 25 വർഷം എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് സ്റ്റാലിന് ഒരു ക്ലാരിറ്റി വരുത്തണം. അത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു 25 വർഷം കൂടി എക്സ്റ്റൻഷൻ കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഭരണഘടനയിലെ പ്രൊവിഷൻസ് എന്ന് ഞാൻ കരുതുന്നില്ല. പുതിയ ആക്ട് തയ്യാറായിട്ടില്ല എന്നത് ഒരു ഭാഗത്ത്. ഇനിയും ഒരു 25 വർഷം കൂടി എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എത്രത്തോളം നിലനിൽക്കുന്ന ഒരു വാദമാണ് എന്നത് രണ്ടാമത്തെ കാര്യം. അങ്ങനെ ഒരു അൺനെസസറി ഡിസ്കഷൻസ് ആണ് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. പക്ഷേ ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് നമുക്ക് അതേക്കുറിച്ച് തന്നെ ഡിബേറ്റ് ചെയ്യാം. ഈ സെൻസസ് എന്നാണ് നടത്തുക, അല്ലെങ്കിൽ ഇനി ഒരു സെൻസസ് ഇപ്പോൾ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം നടത്താൻ പോകുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലും ജയറാം അടക്കം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. ഈ സെൻസസിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താൻ പോകുന്നത്, 4 വർഷം എടുക്കില്ലേ പ്രോസസ്സിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെൻസസിനെ കുറിച്ചുള്ള ഡിബേറ്റാണ് അദ്ദേഹം തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് വളരെ സെൻസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എപ്പോഴാണ് ഈ കണക്കെടുപ്പ് നടക്കുക എന്നതറിയാനും രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതേക്കുറിച്ചും ഇതുവരെ കേന്ദ്ര സർക്കാർ ഓപ്പൺ അപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഫ്രീസ് 25 വർഷം കൂടി വേണം എന്നുള്ള വാദം നിലനിൽക്കില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വനിതാ സംവരണ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. വനിതാ സംവരണ നിയമം പാസ്സാക്കിയതിന് ശേഷം മണ്ഡലങ്ങളിൽ ആ രീതിയിലുള്ള വനിതാ സംവരണ നിയമം അനുസരിച്ചുകൊണ്ടുള്ള പ്രാതിനിധ്യം വനിതകൾക്ക് വേണം എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? അതേക്കുറിച്ചല്ലേ ചർച്ചകൾ നടക്കേണ്ടത്? വനിതാ സംവരണ നിയമത്തെക്കുറിച്ച്, അതനുസരിച്ച് തങ്ങളുടെ പാർട്ടികളിൽ പ്രാതിനിധ്യം കൊടുക്കുമോ എന്നതിനെക്കുറിച്ച് ഒന്നും ഈ പറയുന്ന JSC രൂപീകരിക്കുന്ന ആളുകൾ ചർച്ച ചെയ്യുന്നില്ല. DMK-യിൽ എത്ര സീറ്റ് നീക്കിവെക്കും, CPIM-ൽ എത്ര സീറ്റ് നീക്കിവെക്കും, അതേക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ പോലും, ഓപ്പൺ ചെയ്യാൻ പോലും അവർ തയ്യാറല്ല. പാസ്സായ നിയമമാണ് വനിതാ സംവരണ നിയമം. ഇവിടെ പാസ്സാകാത്ത, ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ആക്ടിനെ കുറിച്ച്, ഓപ്പൺ അപ്പ് ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടത്താൻ അവർക്കൊരു യോഗം ചേരാം. പക്ഷേ വനിതാ സംവരണ നിയമം അനുസരിച്ച് എൻ്റെ പാർട്ടിയിൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലുമൊക്കെ എത്ര വനിതയാണ് ഉള്ളതെന്ന് നമ്മൾ നേരത്തെ പല ചർച്ചകളിലും ചോദിച്ചതാണ്. എൻ്റെ പാർട്ടിയിൽ ഞാൻ ഇത്ര വനിതകൾക്ക് വനിതാ സംവരണ നിയമം അനുസരിച്ച് ഇത്ര പേർക്ക് ഞാൻ കൊടുക്കും സീറ്റ് എന്നത് പറയാൻ പോലും ഈ ഡെമോക്രസിൻ്റെ വാളിന് കഴിയുന്നില്ലല്ലോ. അപ്പോൾ UCC, വഖഫ് ബിൽ, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ളൊരു കൂട്ടായ്മ രൂപീകരണം, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഹൈദരാബാദിലാണല്ലോ അടുത്ത കോൺക്ലേവ് നടക്കാൻ പോകുന്നത്. അതിൽ BJD ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരിക്കും ഇതേ വാളോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 1. Meet the editors.